ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണല്ലോ സ്കൂളത്തേക്കുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. എന്തെങ്കിലും കുഞ്ഞു മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനാണെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു സ്പേസ് വരുന്നുണ്ട്. എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഞാൻ വെച്ചെന്തോ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ സാധനം ഉള്ളിലുണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലുത്, ഇതിനിടയ്ക്കൊരു സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഏറ്റവും അതിൻ്റെ കുഞ്ഞത്, അതിനകത്തും കുറച്ച് കളർ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ സാധനം നമ്മൾ എടുക്കുന്ന ഈ വാട്ടർ ബോട്ടിലാണ്. ബാഗൊക്കെ കണ്ടു വരുമ്പോൾ മറ്റേ ട്രെൻഡിങ് ടൈപ്പ് നേരത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ആ ഒരു ബോട്ടിലൊക്കെ തോന്നും. പക്ഷേ ഫ്രണ്ട് ആ ഒരു രീതിയിലല്ല. പക്ഷേ എനിക്ക് ഈ സംഭവം നല്ല ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുമ്പോൾ 2 ടൈപ്പിൽ ബോട്ടിലാണ്. ഇതെന്ന് പറയുമ്പോൾ സിപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ ഇവിടെ നോക്കി കഴിയുമ്പം ഈ ഒരു രീതിയിൽ കുടിക്കുന്നതാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെന്ന് പറയുന്നത് എൻ്റെ പൗച്ചാണ്. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. നമുക്കിത് വെക്കാം. അത് നമുക്ക് ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിങ്ങിൽ വീഡിയോയിൽ കാണാം ഇത് വെക്കുന്നത്. അപ്പം ഇതത്. അടുത്തതെന്ന് പറയുമ്പം ഇതൊരു ബ്രഷ് വാട്ടർ കളർ പെന്നാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ്സൊക്കെ നല്ല രസമാണ് യൂസ് ചെയ്യാനൊക്കെ. അപ്പം ചില ഷെയ്ഡൊക്കെ തോന്നും നമുക്ക് ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും. അപ്പം ഇതാ എടുത്തപ്പോൾ 2 കൂടി ആയിപ്പോയി വന്നു ഗീസ്. അപ്പോൾ ഇതാ ഇത്രയും ഷെയ്ഡാണ് ഇതിനകത്തുള്ളത്. 36 ഷെയ്ഡ്സാണ്. അങ്ങനെ അതും കഴിഞ്ഞു. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മിനി ഡയറിയാണ് യൂണിക്കോണിൻ്റെ. ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അൺബോക്സിങ്. അപ്പോൾ ഇതാണ് ഡയറി. ഇതിനകത്ത് ഞാൻ ആകെ ചെയ്തത് ഈ ഷെയ്ഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നൊരു ചുമ്മാ ഒരു പേജായിട്ടാണ്. ഇത്രയും ഷെയ്ഡാണ്. ഇത് ചുമ്മാ ബ്രെഡ് വരയ്ക്കാൻ നോക്കിയതാണ് ഗീസ്. ഏകദേശം ഒരേ ഷെയ്ഡ് പോലെ. പിന്നെ ചുമ്മാ ഒരു പീക്ക് വരച്ചെടുത്തു. ബ്രെഡൊന്നും ആയില്ല. അപ്പം അങ്ങനെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തു. ബാക്കിയൊന്നും ചെയ്തില്ല. നമുക്കിത് വീണ്ടും പെട്ടിക്കകത്താക്കി വെക്കാം ഗീസ്. അതിനകത്തൊരു റഫ് ബുക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ബാക്ക് പാക്കിങ്ങിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു ലഞ്ച് ബാഗും കൂടെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഏകദേശം ഒരു കുഞ്ഞുകുട്ടി സാധനങ്ങൾ. പിന്നെ നമ്മുടെ കുറച്ച് അതുപോലത്തെ സാധനങ്ങൾ, പെൻസിൽ അതുപോലത്തെയൊക്കെ നമുക്ക് ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ.